ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാനുള്ളതാണ്. അതിൽ കുറച്ച് കറിവേപ്പില ഇടണം. കുറച്ച് മുരിങ്ങ ഇട്ടിട്ട് പിന്നെ മല്ലിയോലയും ഇട്ടുകൊണ്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, പിന്നെ ഒരു സവാള ഇട്ട് അതിനുള്ള ഇതുണ്ടോ. ഇനി ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കട്ടാ. അതിൻ്റെ മാവാണ് കൂട്ടാൻ പോകുന്നത് കേട്ടാ. അപ്പോൾ ഒരു പച്ചമുളക് സ്ലൈസായിട്ട് അരിയാം നമുക്ക്. വേപ്പിൻ്റെ ഇല 2 മുരിങ്ങൻ്റെ ഇല ഇട്ടുകൊള്ളു, അതാ രസം. അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല, നാച്ചുറൽ വേപ്പിൻ്റെ ഇല 4-5 ഒരു തണ്ട് വേപ്പിൻ്റെ ഇല. അപ്പോൾ ഇഞ്ചി കഷ്ണവും കുറച്ച് വെളുത്തുള്ളി ആടലുണ്ട്. ചിലർ ഇഞ്ചി മാത്രമേ ഇടുള്ളൂ, ആ ഒരു ഫ്ലേവർ എനിക്കതൊരു ഇഷ്ടട്ടാ. ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം എന്ന് പറഞ്ഞാൽ ലേശം. മഞ്ഞൾപ്പൊടി എത്രയും നല്ലതാണ് ശരീരത്തിൽ ചെല്ലുന്നത്, എല്ലാവരും മഞ്ഞൾപ്പൊടി. അപ്പം നമ്മൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഒന്നങ്ങോട്ട് കുടഞ്ഞ് അതിൽ വെള്ളം വരുന്ന രീതിയിൽ നല്ലോണം നിരടി എടുക്കണം കേട്ടോ. വെള്ളം അതാകും ചേർക്കണ്ട, നല്ലോണം നിരയിടണം. ആ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉള്ളിയാണുള്ളത് കേട്ടോ, വലിയ സവാളയാണ്, വലിയ സവാള. അപ്പോൾ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം, ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ മൈദമാവ് ഇട്ട് കൊടുക്കാം. കുറച്ചുള്ളത് ആദ്യമായിട്ട് കൊടുക്കുക. ആ ഉള്ളിയൊന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുത്താൽ. കുറേ കൂടുതലും ഇട്ടരുത്, എന്നാൽ ഉള്ളിവടക്ക് കൂടുതൽ മാവ് ഇടാൻ പറ്റില്ല. ഒരു പേടിയോ മാവ് ഇട്ടിക്കും. കുറച്ച് അതിലുണ്ടായി ഇട്ടത്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ല തിരുമ്പി എടുക്കുക. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പം ഞാൻ ചായ കാച്ചിക്കണം. ഒന്നും ഇറങ്ങി നീച്ചതാണിപ്പോൾ. ജലദോഷം രണ്ടാമത് മാറി വിചാരിച്ചു. ഇപ്പോഴും അതങ്ങനെ ഭയങ്കരമായിട്ട് മുക്ക് കൂടെ അങ്ങനെ മുക്കൊലിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ അല്പം കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത്, രേഷം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മക്കളെ, ചായ ഉണ്ടാക്കുമ്പോൾ ഒരു ഉള്ളിവട തിന്നാനൊരാഗ്രഹം. വരുമ്പോൾ ചായക്കറി ഞാൻ ആദ്യം കുഴച്ച് വെച്ചതുമില്ല. ഇനി 5-15 മിനിറ്റ് റെസ്റ്റ് ഇരുന്നിട്ട് വേണം അത് ഉണ്ടാക്കണം. ചായ ഇവിടെ കാച്ചി വെച്ചുകൊള്ളു. അപ്പോൾ പെട്ടെന്ന് ഒരു തോന്നൽ, അപ്പം ഉള്ളിവട ഉണ്ടാക്കിയാലോ, ഉള്ളിവട ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തോന്നിപ്പോയപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ പെട്ടെന്നുള്ള ഒരു ആലോചനയെക്കാളും ഇപ്പം എന്താ ഉണ്ടാക്കണം, അപ്പം ഉള്ളിവട ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടന്നു തുടങ്ങി. അത് കാരണം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മൈദ, ഒരു അരക്കൈയിൽ മൈദയും കൂടെ ഇട്ട് കൊടുക്കാൻ മതി. അത് മതി. നോമ്പിന് കിട്ടിയതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് മേടിച്ചതും ഒക്കെ പാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാടെ തട്ടിക്കൂട്ടി വെച്ചത്. രാവിലെ അപ്പം ഉണ്ടാക്കാൻ മൈദ കൊണ്ടുവരാൻ അപ്പം ഇട്ടു. ഇതൊക്കെ ഒന്ന് ഇട്ടൊക്കട്ടെ. നമ്മൾ സാധനങ്ങൾ ഇട്ട് സാധനം ഇട്ട് കൊടുത്ത് തന്നെ വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക്കാണ്. അപ്പോൾ അത് അവിടെ തന്നെ എടുത്ത് വെച്ചു. ഇനിയാണ് നമ്മൾക്ക് ഇതൊക്കെ പാടെ കൂട്ടി കുഴച്ചിട്ട്, ചിലവർ ചിക്കൻ മസാല ഒക്കെ ഇടും കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകം തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കണില്ല കേട്ടോ. ബേക്കിംഗ് സോഡ അത്ര നല്ലതൊന്നുമല്ല ശരീരത്തിന്. അപ്പം അത്യാവശ്യത്തിനുള്ള മാവൊക്കെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കൊന്ന് നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് നല്ലോണം കുഴക്കണം. അപ്പോൾ ഒന്നും കൂടെ അപ്പം ചെക്ക് ചെയ്യണതാണ് നല്ലത്. അപ്പം ഇനി മാവ് ഇട്ടതുകൊണ്ട് അപ്പം കണ്ടു. ഇനി കുറച്ച് നേരം റെസ്റ്റിന് വെക്കണം. നല്ലോണം കുഴച്ചെടുത്തു. കൈയൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഒരു 10-15 മിനിറ്റ് റെസ്റ്റിലിരിക്കണം. എന്നാലും അത് സോഫ്റ്റ് ആകുള്ളൂ കേട്ടോ. അപ്പം നമ്മളത് കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് മൂടി വെച്ച് മാറ്റി വെക്കണം. ഈ പൊരിച്ചിട വരിക കേട്ടോ.
നമുക്കിത് ഓയിലൊക്കെ നമുക്ക് എന്താ വെച്ചാൽ പിന്നെ ഓയിൽ കുപ്പി പാർന്ന് വെക്കണം. അപ്പോൾ അത് മാറ്റി വെക്കുക. റെസ്റ്റിനായിട്ട് വെച്ചു കേട്ടോ. റെസ്റ്റിനായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം. പക്കത്ത് കൂടെ ഉള്ളതൊക്കെയാണോ തുടച്ച് ഈ പാടൊന്ന് തുടക്കണം. ഇങ്ങനത്തെ ഒരു പണി എടുക്കുകയെ ഇരട്ടി പണിയാണ്. അപ്പോൾ തുടക്കാനും ഇതാക്കാനും ഒക്കെ തട്ടി. അപ്പോൾ അവിടെ ഉള്ള ഇതൊക്കെയാണ് മുളകക്കുരിയൊക്കെ പാടകണതായിട്ട് ഇപ്പം വൃത്തിയാക്കി. ഇനി നമുക്ക് ചുടുമ്പൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളെ ഉള്ളിവട പൊരിക്കുക മക്കളെ. ഗ്യാസ് ഓൺ ചെയ്യുക, ചട്ടി വെക്കുക കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. ഉള്ളിവട ഇങ്ങനെ പൊരിച്ച കഴിമുറ ഉള്ളിവട കഴിക്കാൻ ഈ മഴ വെച്ചുമ്പോൾ എന്ത് രസമായിക്കാറില്ല പിന്നെ മക്കളെ. അവിടെ മഴ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരമായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ എണ്ണ എല്ലാം ഒഴിക്കുക കേട്ടോ. അപ്പോൾ അതിന് എണ്ണ വെച്ച് പാർന്നു. അപ്പോൾ അതിൻ്റെ അതാണ് പൊട്ടിത്തെറിച്ചപ്പോൾ നല്ല ചൂടായിക്കോളും. കുറച്ച് ഓയിൽ പറഞ്ഞെടുക്കുക. സൺഫ്ലവർ ഓയിൽ കേട്ടോ. സൂര്യകാന്തി എണ്ണയെന്ന് പറയും. അപ്പം അതിൽ നമ്മൾ ഉള്ളിവട പൊരിക്കാൻ പോകണം. വലിയത് വളരെ എടുത്തേക്ക് 1 ലിറ്ററാണ്. വളരെ ചൂടായ നമ്മളെ പഴംപൊരി ഉള്ളിവട പൊരിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ കൂട്ടി വെച്ച മിക്സാട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം. വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കൈ ഒപ്പിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. ഉള്ളിവട നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് പോലെ കിട്ടുള്ളൂ. പരത്താൻ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയതായിട്ട് നല്ല സ്ലൈസായിട്ട് നല്ല കട്ടിക്കില്ലാതെ സ്ലൈസായിട്ട് 2 കൈയിലും വെള്ളമാക്കിയിട്ട് ഇങ്ങനെ 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 പരത്തി കൊടുക്കുക. നല്ല പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ കറി മുറിയനെ കഴിക്കാൻ ഉള്ളിവട ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്കിങ്ങനെ എണ്ണ ചൂടായി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചു. ഇത്ര ഇതിൽ കുറച്ച് കട്ടി കുറച്ചിട്ട്. അപ്പോൾ എണ്ണ ചൂടായിക്കോണം. അപ്പോൾ നീക്കിട്ട് കൊടുക്കാം നമുക്ക് ചൂടാകുന്നത്. അപ്പോൾ ഒരു കൈ കളിച്ചിട്ട് പിന്നെ നമ്മൾ പരത്തി കൊടുക്കട്ടോ. 2 3 ഇടാണ്ട് നമ്മൾ അങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇട്ടു അങ്ങനെ ഇട്ട് കൊടുക്കണേ. നല്ല ഷേപ്പിൽ വെച്ചിട്ടു. മറ്റേ ഇങ്ങനെ കൊണ്ടുകൊടുത്താൽ ഇങ്ങനെ ഷേപ്പിൽ വരില്ല. അപ്പം നമ്മൾ ഒരു 4 പോട്ടോ. ഇന്നലെ മക്കളെ 10 റുപ്യക്കട അവിടുന്ന് പൊളിച്ച് മാറ്റി കേട്ടോ. അപ്പം എല്ലാവരും പാക്കറ്റാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ ഇത് കുറച്ച് പുറത്തിനും ചകിരി മോഡലിലൊരു ബ്രഷ് കേട്ടോ. ആദ്യം മേടിച്ചത് ഞങ്ങൾ അയൽവാസിക്ക് കൊടുത്തിട്ടാണ്. ഓർക്ക് പുറം നടത്താൻ പറ്റില്ല വെച്ചിട്ട്. അപ്പോൾ ഓർക്ക് കണ്ടപ്പോൾ എല്ലാം ഇഷ്ടമായി. അപ്പോൾ എവിടുന്നാണ് വാങ്ങിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനെ കൊടുത്തു ഞാൻ. അപ്പോൾ പിന്നെ വേറെ വാങ്ങാൻ പോയി. ചിലപ്പോൾ ഞാൻ ഇന്നലെ മണ്ണൊക്കെ കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാം ഇഷ്ടമായിക്കൂടും. എൻ്റെ അയൽവാസിക്ക് തന്നെ കേട്ടോ കൊടുത്തത്. പിന്നെ ഞാൻ വേറെ അതുപോലെ തന്നെ പിന്നെ വേറെ വാങ്ങി. അപ്പോൾ അവിടെ കട പിന്നെ അറ്റ്ലക്സിൻ്റെ അവിടെയാണ്, ഫാമിലിയുടെ അവിടെയാണ്, നമ്മളെ ബൈപ്പാസിക്ക് മലപ്പുറം റോഡിനെ. അപ്പോൾ അത് അവിടുന്ന് പൊളിച്ച് മാറ്റി ഇവിടെ ബിൽഡിങ് വരാൻ നിൽക്കല്ലേ. അപ്പോൾ പിന്നെ പൊളിച്ച് മാറ്റുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് എണ്ണപ്പമ്പിൻ്റെ അവർക്ക് ആക്കുകയാണ്. അപ്പോൾ ഒരു 20 റുപ്യക്ക് സെറ്റക്കായാലും മേടിച്ചു ഒക്കെ പോകുന്നു. അപ്പോൾ എല്ലാം ഞാൻ പെരുന്നാളായിട്ട് പൊളിച്ചാൽ വേണ്ടി ഇരിക്കുന്നു. അപ്പം ഇനി അപ്പുറത്തേക്ക് കഴിക്കാറ്. അപ്പോൾ ഞാൻ ഇരിക്കുകയാണെങ്കിൽ പിന്നെ പുറം എടുത്തിട്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ, കൈയൊന്നും എത്തൂലല്ലോ. അപ്പോൾ ബ്രഷ് ആയിട്ട് പുറം എടുത്താൽ പിന്നെ ചകിരി ആയിട്ട് മേലും എടുത്താൽ അങ്ങനെ ബ്രഷ് ഇറങ്ങിക്കണം. പിന്നെ ഞാൻ ഇത് മേടിച്ചു. പിന്നെ അങ്ങനെ അത് മേടിച്ചു. പിന്നെ എന്താണ് ചേറ്റക്കായിൽ 20 റുപ്യക്ക് മേടിച്ചു. പിന്നെ എന്തൊക്കെയാ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു.
ഒന്നും പിന്നെ പെരുന്നാൾക്ക് പോയില്ല, കറണ്ട് പോയി മക്കളെ, മഴൻ്റെ പുറത്ത്. അപ്പോൾ ഉള്ളിവടയും ചായ ഉണ്ടാക്കി കുടിച്ചാലും നല്ലൊരു കോമ്പിനേഷനും. മഴ പുറത്തും കട്ടൻ ചായയും ചായ കേട്ടോ, കട്ടൻ ചായ അടിച്ചില്ല. അപ്പം നല്ല ഗോൾഡൻ ബ്രൗണായിട്ട് നമുക്ക് കോരി മാറ്റി കൊടുക്കാം. ഒരു സ്റ്റീൽ പ്ലേറ്റിട്ട് പെട്ടെന്നുണ്ടായ പൂതിയാണ്. അപ്പോൾ പുറത്ത് ഈ മഴ ചെയ്യുമ്പോൾ ഇങ്ങനെ പരിപ്പടം നാലൊക്കെ പൂതിയാവും. നമ്മളാ കടലപ്പരിപ്പുണ്ടല്ലോ, നമ്മളാ ചാറക്കണ പരിപ്പ്, അത് കുതിർത്തിയിട്ട് പിന്നെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് കടലപ്പരിപ്പായിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ട് പരിപ്പടം ഉണ്ടാക്കാം. വേനൽമഴ വെള്ളിയാഴ്ച വരെ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ കോരി മാറ്റി കൊടുത്ത് നമ്മൾ സർവീസ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എണ്ണയൊക്കെ നല്ല വാർന്നിട്ട് പുറത്ത് നല്ല മഴയും നല്ല ഇൻട്രസ്റ്റോടെ കേക്കായി ഉള്ളിയോടെ കേട്ടോ. നല്ല ഓമ്പോട് മക്കളെ ഇങ്ങനെയുണ്ട്. ഇത് കുറച്ച് കൂടെ ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിൽ നിന്ന് ലാഭത്തോർക്ക് മൊബൈലിൽ പൈസ എത്താൻ പോയിരുന്നു. അങ്ങനെ പൈസക്ക് തന്നെയാണ് മക്കളെ ചിലവ്. തക്കാത്തും പൈസ ആകുന്നതൊക്കെ കഴിഞ്ഞിപ്പോൾ പ്രമോഷൻ വീഡിയോ ചെയ്തിട്ട് പിന്നെ ഓരോന്നും പൈസ ഒന്നും അയച്ചു തന്നിട്ടില്ല. വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓര് പറയാൻ നിൽക്കണോ? എല്ലാവർക്കും ഫ്രീ ആയി ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റൂല. എന്തെങ്കിലുമൊക്കെ ചെറിയ പേയ്മെൻ്റ് ഒക്കെ തന്നാലേ ഉള്ളൂ ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നുള്ളൂ. അപ്പം വീഡിയോ എടുത്താണ് വെച്ചു എന്നല്ലാതെ ഐറ്റങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യന്മാരൊക്കെയാണ്. ഇത് ഹിന്ദുസിൻ്റെ കല്യാണത്തിൻ്റെ വിഷയമാണ് നമ്മൾ പ്രൊമോഷനായിട്ട് വന്നത് കേട്ടോ. അവർ പിന്നെ ഒന്നും പറഞ്ഞില്ല. വീഡിയോ പൈസ പേയ്മെൻറ്റ് ഇട്ടാലേ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ, കൊടുക്കുള്ളൂ. അല്ല പേയ്മെൻറ്റ് ഇടാതെ അങ്ങനെ പറ്റിച്ചേ ഒരു ദിവസം 2 ദിവസം പറ്റി വീഡിയോ ഇട്ടൊന്ന് കൊടുത്തും ചെയ്തു, നമുക്ക് പിന്നെ പേയ്മെൻറ്റ് തരും ചെയ്തില്ല. അങ്ങനെയൊക്കെ ആൾക്കാർ പറ്റിച്ച് പല തട്ടിപ്പോലപ്പോൾ. അപ്പോൾ വീഡിയോ എടുത്തിട്ടൊന്നല്ലാതെ പൈസ ഒന്നും അയച്ചു തന്നില്ല. അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ വെറുതെ ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് ഇതുമ്മ കിട്ടിയിട്ട് വേണം നമ്മളെ ജീവിതം. ആരെങ്കിലും എന്തെങ്കിലും തന്നെങ്കിൽ തന്നെ ഉള്ളൂ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ. വെറുതെ ആർക്കും ചെയ്ത് കൊടുക്കൂല. എന്തെങ്കിലും ചെറുതായിട്ട് തന്നില്ലെങ്കിൽ നമ്മളാ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പഴുത്ത് ജീവിക്കണം. അപ്പോൾ ഗ്യാസൊക്കെ തുറക്കുക. വീഡിയോ രാവിലെ തന്നെ ഇട്ട് ഒക്കെ ചെയ്തു. പിന്നെ ആളൊരു വിവരവും ഇല്ല. പിന്നെ അവർക്ക് പൈസയുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് അങ്ങനെ തന്നെ. ചില ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ്. അപ്പോൾ മക്കളെ ഗോൾഡൻ ബ്രൗൺ കളറായി നമ്മൾ കോരി മാറ്റി കൊടുക്കുക. അപ്പോൾ മഴ കാണാൻ പോണ്ട നമുക്ക്. നല്ല മഴ, വേനൽ മഴ. എല്ലായിടത്തും മഴ ഉണ്ടോയെന്നറിയില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്. കാറ്റില്ലാത്തതുകൊണ്ട് കഴിച്ചിലായി. അപ്പോൾ ഉള്ളിവടിയും ചായയും കുടിക്കാൻ നല്ല കോമ്പല്ലേ മക്കളെ. വാവ്! ഓ കാറ്റ് 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 കാറ്റാണ് പേടി. ചെലൂൻ്റെ നാട്ടിൽ മഴ. നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഈ വെള്ളിയാഴ്ച നീണ്ടു നിൽക്കുന്ന മഴ, വേനൽ മഴ. ഇപ്പോൾ ആലമ്പഴം വീണ കഴിച്ചിലായിരുന്നല്ലേ? ആലമ്പഴം നിങ്ങളെല്ലാവരും ആലമ്പഴം കഴിച്ചവരൊന്ന് കമൻ്റ് ഇട്ടോ കേട്ടോ. ഐസ് കട്ട. ഓ എന്തൊരു സുഖം മഴേ, എന്ത് സുഖമാണീ മഴ, എന്ത് കാറ്റാണീ കുളിര്. ഭയങ്കരമായിട്ട് കുളിര് കോരുന്നു. അപ്പോൾ ഉള്ളിവടയും ചായയും കുടിക്കാൻ പോവുകയാണ് കേട്ടോ മക്കളെ. അപ്പോൾ മക്കളെ ഉള്ളിവടൊക്കെ ഉണ്ടാക്കി ചായ കുടിക്കുക കേട്ടോ. നല്ല പുറത്ത് നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിരിക്കണം. സാറ് ചായ വല്യമ്മ നോക്കുക. വല്യമ്മക്കും എനിക്കും സെപ്പറേറ്റ് ആയിട്ടാണ്. വല്യമ്മക്ക് 5 4. അപ്പോൾ മഴ പെയ്തപ്പം നല്ല സന്തോഷമായി. ചായ കുടിക്കാൻ ഇൻട്രസ്റ്റും ഉണ്ട്. പോപ്പാ ശരിയാണോ?
ചായയിൽ മധുരം കുറവാല്ലേ, അത് മതിയല്ലേ, അങ്ങനെ പറ്റുള്ളൂ. മുരിങ്ങയുടെ കൂടെ ചേർത്തിക്കും കേട്ടോ ഉള്ളിവടയിൽ. അത് നല്ലൊരു ഔഷധമല്ലേ. അതൊന്നങ്ങനെ ഉണ്ടാക്കി വെക്കായിരുന്നു വെറൈറ്റി ആയിട്ട്. വേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തിൻ്റെ കൂടെ നമ്മൾ സൂറാബിയുടെ രണ്ട് മുരിങ്ങടലയും പിന്നെ മല്ലിവളത്തുവരിയും. നിങ്ങൾ കമൻറ്റിൽ എഴുതിയ സൂറാബി തന്നതാണോ മുരിങ്ങക്കായ? സൂറാബി തന്നതല്ലേ. ആ ചിലപ്പം തീരം പോയിട്ടാ തരും, ചിലപ്പോൾ അങ്ങനെ വേറെയുള്ളവർക്ക് കൊടുക്കും. അപ്പോഴും ഇങ്ങോട്ട് ശരിയല്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ ചെയ്യും. അടിപൊളി മഴ കേട്ടോളി.